സഭയും അതിന്റെ മക്കളും പൊതുവായി മറിച്ചുകൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മശിഹായെ കെടുത്താൻ ജനത്തെ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ വെളുപ്പിനെ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായി നിന്റെ പരിശുദ്ധവും നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ദോഷികളായുള്ള ദൃഷ്ടികളെ നീ പിന്തിരിപ്പിക്കണമേ. നിന്റെ കരുണയാവുന്ന കോട്ടയില്ലായ്പ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാണമേ. നിന്റെ ശുദ്ധതയുടെ ദൃശ്യയിൽ അവരെ മറക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദോഷം അവരെ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തെ അവരിൽ നിന്നും അകറ്റിക്കളയണമേ. ബലഹീനരായ ഞങ്ങളെയും പരിശുദ്ധ സഭയും സകലമേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും സിംഹാസന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിട്ടുള്ള ഈ വിശ്വാസികളുടെ സമൂഹത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ. നാം എല്ലാവരും ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ 3 പ്രാവശ്യം പ്രിയനായി സോനെന്ന് ഡൽസിച്ചു പറയണം. ഞങ്ങളെ ദേവേശ കാതരുളുക നിർമാതാവേ കർത്താവേ തുണയായവനെ കാണിക്കണമേ ജീവവഴി. നമ്മുടെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങൾ നാം ഫലമേൽപ്പിക്കുന്നതായ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയസ്ലീബയാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായ റൂശിമേൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ ബലഹീനം പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം കരുണയും സഹായവും പ്രാപിപ്പാനിടവരട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായ സമാധാനത്താലെ പോകുവിൻ. നാൾതോറും ബലഹീനരായ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഇന്ന് പരിശുദ്ധനായ മോർ ഗ്രിഗോറിയസ് ബാവായുടെ പെരുന്നാൾ സംബന്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടും അതിലേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുമാണ് നാം എല്ലാവരും ഈ ഇടവകയിലെ ജനങ്ങളും സമീപ ഇടവകകളിലെയും ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് വഴി നടത്തിയ ആ നന്മകളെയും വഴികളെയും ഓർക്കുവാനും ദൈവത്തിന് നന്ദി കരയറ്റുവാനും നമ്മുടെ കാവൽ പിതാവായ മോർ ഗ്രിഗോറിയസ് ബാവായുടെ വലിയൊരു മധ്യസ്ഥ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെ ഓർക്കുന്നതിനും ആ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്നതായ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനുമൊക്കെയും
ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന, നോമ്പ്, ഉപവാസം തുടങ്ങിയതായ സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ഓൾസോ വളരെ ലോയൽ ആയിട്ടുള്ളതായ ഒബീഡിയൻസ് ടു ദ ചർച്ച് ആൻഡ് ടു ദ ഗോഡ്. ദൈവത്തോടും തന്നെ ശുശ്രൂഷയ്ക്ക് നിയമിച്ചതായ സഭയോടുമുള്ളതായ അചഞ്ചലമായ വിധേയത്വവും അനുസരണവും. പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എടുത്തു പറയുന്ന കാര്യങ്ങൾ അത്രയുമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതകാലം വലിയ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കുകയില്ല. He was born in 1852 and he was called to eternal rest on 1901. That means only 53 years he lived in this world. 53 വർഷമാണ് ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അനേകർക്ക് ദൈവസന്നിധിയിലേക്കുള്ളതായ പാത തുറന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവികമായ രീതിയിൽ സഭ പോകണം, ദൈവികമായ രീതിയിൽ ഇടവക പോകണം, ദൈവികമായ രീതിയിൽ വേണം ആളുകൾ ചരിക്കുവാൻ എന്ന് ശക്തമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ആളാണ്. കഴിഞ്ഞ വർഷപ്പെരുന്നാളിലും അതിന് മുന്നും ഒരു ദിവസം അറിയിച്ചിരുന്നതുപോലെ ഈ ഇടവകയിലെ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കോരത്തിന് പരിശുദ്ധ പാത്രികീസ് ബാവായിൽ നിന്നും കമാൻഡർ സ്ഥാനം കൽപ്പിച്ച് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് ഈ സമയത്ത് നൽകുകയാണ്. മറ്റു വലിയ പരിപാടികളൊന്നും ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഇടവകയുടെ പ്രധാന പെരുന്നാളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സമയം എന്നെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ട് വളരെ ഇത് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ സഭയുടെ അംഗീകാരം, അദ്ദേഹം നമ്മുടെ ഭദ്രാസനത്തിന് ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾ, ഈ ഇടവകയ്ക്ക് ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾ, ആത്മാർത്ഥത, അതൊക്കെ കണക്കിലെടുത്ത് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പല ആളുകളും യോഗ്യരാണ്, അർഹരാണ്, പക്ഷെ കുറച്ചു പേർക്ക് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ, പൗലോസ് പറയുന്ന പോലെ ഓട്ടം എല്ലാവരും ഓടുമെങ്കിലും എല്ലാവർക്കും പ്രൈസ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ സിംബോളിക്കായിട്ട് കുറച്ചു പേർക്ക് നമ്മൾ കൊടുക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മലയാളി സമൂഹത്തിനൊക്കെയും അഭിമാനമാണ് അദ്ദേഹത്തിന്റെ സേവനം. സഭാതലത്തിലും ഈ ഇടവകയിലും ഒക്കെയും ആത്മാർത്ഥമായിട്ട് അദ്ദേഹം മദ്ബഹായിലും സൺഡേ സ്കൂളിലും ഒക്കെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇടവകയിൽ നിന്ന് നല്ല അഭിപ്രായം അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭദ്രാസന തലത്തിൽ പ്രത്യേകിച്ച് ജൂബിലി കൺവെൻഷന്റെ നാഷണൽ ഓർഗനൈസർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഏറെ ശക്തമായ സ്വാധീനം ചെലുത്തി. മറ്റ് ഇടവകളിൽ, മറ്റാളുകളിൽ, മലയാളി സമൂഹത്തിലൊക്കെയും അത് വലിയ ഒരു വിജയമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇനിയും ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ, വിവിധ തലങ്ങളിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാനം കൊടുത്തൊരു മൂലക്കിരുത്തുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് ഒരു സ്ഥാനം കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇടവകയെയും കൂടുതൽ പ്രവർത്തന മുഖരിതമാക്കി തീർക്കുവാൻ, അതിനെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പരിശുദ്ധ പിതാവിനുള്ള നന്ദിയും കൃതാർത്ഥതയും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ സഭയുടെ അംഗീകാരമായി പരിശുദ്ധ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായ സർട്ടിഫിക്കറ്റും മുദ്രയും, കമാൻഡർ സ്ഥാനത്തിന്റെ മുദ്രയും ഈ സമയത്ത് അണിയിക്കുകയാണ്. സഭയിൽ സാധാരണ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ സ്ഥാനം കൊടുക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട് അവരുടെ സമൂഹത്തിലും ഇടവകയിലും ഭദ്രാസനത്തിലും പൊതുവെ ഉള്ളതായ നില, അത് അവരുടെ അവരുടെ മറ്റുള്ള മുമ്പിലുള്ളതായ അംഗീകാരം ഒക്കെയും വലിയ കണക്കിലെടുത്താണ് ഇത് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അഭിനന്ദിക്കുന്നു, ഈ ഇടവകയെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മിൽ നിന്നൊരാൾ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് അഭിനന്ദനാർഹമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരെയും ഇതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ട് കരുതിക്കൊണ്ട്, ഈ ഇടവകയിൽ ലഭിക്കുന്ന ഒരു അംഗീകാരമായി കരുതിക്കൊണ്ട് ഇത് സ്വീകരിക്കണം. അദ്ദേഹത്തെ പ്രാർത്ഥന ഓർക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ കാവൽ പിതാവ് പരിശുദ്ധ അമർ ഗ്രിഗോറിയസ് ബാവയുടെ വലിയ മധ്യസ്ഥ മുഖാന്തരം നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Ignatius Saka, first Ivans, Patriarch of Antioch and all the East, Supreme Head of the Universal Syrian Orthodox Church, grants decoration of St. Ephraim the Syrian, decoration for Commander to Mr. George Korath, Damascus, November 1st, 2011.
അഭിമന്യ ആർച്ച് ബിഷപ്പ് തീത്തോസ് തിരുമേനി, ബഹുമാനരായ ജോർജ് അച്ഛൻ, മാത്യൂസ് അച്ഛൻ, ലില്ലീസ് അച്ഛൻ, കുര്യാക്കോസ് അച്ഛൻ, തോംസൺ അച്ഛൻ, ജോർജ് ഷമാശൻ, മറ്റ് കർത്താവിൽ സ്നേഹിതരെ, ഉയരത്തിൽ നിന്നും ഇത്രയും വലിയ ഒരു പദവി തന്ന് പാപിയായ എന്നെ അലങ്കരിച്ച് അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമായി തന്നെ ഞാൻ സ്തുതിക്കുന്നു. അന്തോഖ്യയുടെയും കിഴക്കിന്റെയും അപ്പോസ്തോലിക സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ പാത്രികേസ് ബാവ എളിയനായ എനിക്ക് കൽപ്പിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന ഈ മഹോന്നത പദവി എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പരിപൂർണതയായി ഞാൻ ഭാവന ചെയ്യുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ തൃപ്പാദത്തിങ്കൽ എൻ്റെ ഭക്തിയും പരിശുദ്ധ സഭയോടുള്ള കടപ്പാടും വിധേയത്വവും നന്ദിയും ഈ സമയം ഞാൻ കാഴ്ചവെക്കുന്നു. പരിശുദ്ധ സഭയോടും പ്രത്യേകാൽ ഈ ഭദ്രാസനത്തിനോടും ഈ ദേവാലയത്തോടും നിർവഹിക്കപ്പെട്ട എൻ്റെ എളിയ സേവനങ്ങളെ അവലോകനം ചെയ്ത് ഈ ആത്മീയ പദവി എന്നെ നിക്ഷിപ്തമാക്കുവാൻ എന്നെ അനുഗ്രഹിച്ച നമ്മുടെ ഭദ്രാസനാധിപൻ അഭിമന്യ ആർച്ച് ബിഷപ്പ് തീത്തോസ് തിരുമേനിയോടുള്ള ഭക്തിയും ബഹുമാനവും ആദരവും വിധേയത്വവും സ്നേഹവും നന്ദിയും ഞാൻ അടിയറ വയ്ക്കുന്നു. ഈ ദേവാലയത്തിലെ എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് തീർച്ചയായും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോറച്ചനോടും ഈ ഇടവകയിലെ എല്ലാ മെമ്പേഴ്സിനോടും ഓരോരുത്തരോടും എനിക്കുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ വളർത്തിയ ദിവ്യപാതയിലൂടെ എന്നെ നയിച്ച അപ്പച്ചനോടും അമ്മച്ചിയോടും എൻ്റെ അങ്കിൾ അച്ഛനോടുമുള്ള കടമയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ എൻ്റെ എല്ലാ സമരങ്ങളിലും ദിനംതോറും സഹായിക്കുന്ന എൻ്റെ ഭാര്യ ദീനയോടും മക്കൾ ഏമി, ടീന, അതുപോലെ എൻ്റെ സഹോദരന്മാരോടും അവരുടെ ഫാമിലിയോടും എൻ്റെ അളിയൻ വർഗീസിനോടും സിസ്റ്റർ ഷൈനയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു. നമ്മുടെ പെരുന്നാളിൻ്റെ പ്രധാന ഘടകമായ വിശുദ്ധ കുർബാന പര്യവസാനിച്ചിരിക്കുകയാണ്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചോടെ വരികയും ഈ പെരുന്നാളിലെ മുഖ്യ കാർമ്മിത്വം വഹിച്ച് എല്ലാ രീതിയിലും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത അഭിമന്യ തിരുമേനിയോട് എനിക്ക് ഇടയ്ക്കുള്ളതായ നന്ദി സമയം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചോടെ വന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് തൈക്കൂട്ടത്തിൽ അച്ഛൻ, ഡിലീറ്റ് അച്ഛൻ, കുര്യാക്കോസ് പുതുപ്പാടി അച്ഛൻ, തോംസൺ അച്ഛൻ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മുടെ പെരുന്നാളെ സംബന്ധിച്ച് എല്ലാവിധമായിരിക്കുന്ന രീതിയിലും പെരുന്നാൾ വളരെ ഭംഗിയാക്കി തീർത്തതിൽ ഈ ഇടവകയ്ക്കുള്ളതായ നന്ദി ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് പ്രത്യേകമായി രേഖപ്പെടുത്തിയാണ്. According to our invitation, Reverend Deacon Joshua Thomas also arrived here. He is a role model of all our youth. On behalf of this church, I extend our hearty thanks to Reverend Deacon Joshua Thomas. ചർച്ചുകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തുന്നൊരു വ്യക്തിയാണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അദ്ദേഹം അത് വളരെ ഭംഗിയായ രീതിയിൽ നടത്തിത്തരും. അങ്ങനെ വളരെയേറെ സഭയ്ക്ക് വേണ്ടി അല്ലെ നമ്മുടെ ചർച്ചിന് വേണ്ടിയും ഭദ്രാസനു വേണ്ടിയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ സ്ഥാനം നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചതിൽ എനിക്ക് ഇടയ്ക്കും വളരെയേറെ സന്തോഷമുണ്ട്. ഇത് ലഭിച്ച ജോർജിന് ഇനിയും സഭയ്ക്കും ഈ ഭദ്രാസനത്തിനും ഈ ഇടവകയ്ക്കും ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു 5 ഇരട്ടിയായിട്ട് വേണം ചെയ്യുവാനായിട്ട്. കാരണം കമാൻഡർ സ്ഥാനം ലഭിച്ചത് കൊണ്ട് പുറകോട്ട് മാറാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓൺ ബിഹാഫ് ഓഫ് ദിസ് ചർച്ച് ഐ കൺഗ്രാറ്റുലേറ്റ് ഹിം. മേ ഗോഡ് ബ്ലെസ്. അതിനുശേഷം പള്ളിയിലേക്ക് വന്നാൽ എല്ലാവരും പള്ളിക്കകത്തേക്ക് കടന്നു വരണം. ആശീർവാദവും നേർച്ചോളമ്പുമുണ്ട്. അതിനുശേഷം നമ്മുടെ എല്ലാ വർഷവും നടത്തുന്നതായ ഓപ്ഷൻ നടത്തുന്നതായിരിക്കും.
ഓപ്ഷന് പല സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മൾ പൊതുയോഗത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നോ അതുപോലെയുള്ള വാശിയിൽ വേണം ഈ ഓപ്ഷനിൽ ഇടപെടുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ 10 വിളിച്ചാൽ ഇപ്പുറം 20 വിളിച്ചോണം. അങ്ങനെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഈ വർഷത്തെ ലേലം വിജയകരമാക്കി തീർക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ വിനീതമായി അപേക്ഷിക്കുകയാണ്. വിശേഷം ഇവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് എല്ലാവരും ഭവനത്തിലേക്ക് പോകാമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ KK എബ്രഹാം ഫാമിലിയാണ്. മാത്തുക്കുട്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സഭ ഇവിടെ ഈ ചർച്ച ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും എന്നോടൊപ്പം വളരെ തോളോട് തോൾ ചേർന്ന് വളരെ ഏത് കാര്യമുണ്ടെങ്കിലും മാത്തുക്കുട്ടി എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ മാത്തുക്കുട്ടിയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ കൊടുത്ത ദൈവകരങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം അദ്ദേഹത്തെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കമ്മിറ്റിക്കാരെല്ലാവരും മുന്നോട്ട് കടന്നു വരിക. പ്ലീസ് all the committee members please come forward. പ്രാർത്ഥന ഉദ്ദേശമുള്ള ആവശ്യമായിരുന്നു സ്ത്രീകളുടെ സ്വഭാവയുടെ വലിയൊരു സന്ദേശം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ജോലി പരിപാടികൾക്ക് തുടക്കം കുറിക്കാം. Yo